കാറ്റത്തെ കിളിക്കൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തറവാട്ടമ്പലത്തിൽ പോയുള്ള ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്ത് ശരിയാക്കണം. നോക്കണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 3 പേരുണ്ട്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കണം. അപ്പോൾ ആ സമയത്ത് നിധി വരും. അപ്പോൾ നിധി വരുമ്പോൾ നമ്മുടെ നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്തെന്ന് നേരം വൈകിയെന്ന് നോക്കുമ്പോൾ അതെ 3-4 ദിവസം ശരിക്കും ഉറങ്ങിയിട്ടില്ലടാ, ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി, അതായിരുന്നു എന്ന് പറയും. ഇന്നിപ്പോൾ ഓഫീസിൽ പോകണ്ടേ, അതായിരുന്നു ഒരു മടി എന്ന് പറയും. അപ്പോൾ ഇതിന് സുഭാഷ് എന്ന് പറയും, മോളെ നമുക്ക് ചായ തട്ടി നോക്കിയപ്പോൾ വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ഫ്രഷ് ആവട്ടെ എന്ന് പറയും. നിധിക്ക് ഓഫീസിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ പോകാമെന്ന് പറയും. അയ്യടാ 3-4 ദിവസം ലീവ് എടുത്തതെന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി വേറെ ടൂർ പോവാം. ഇനി 2 മാസത്തേക്ക് എന്തായാലും നടക്കില്ല, അന്നേരം ലീവൊന്നും കിട്ടുന്നില്ല എന്ന് പറയും. എന്നാൽ പിന്നെ 2 മാസം കഴിഞ്ഞ് നോക്കാമെന്ന് പറയും. അത് കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ നിധി കുളിക്കാനൊക്കെ പോകുമ്പോൾ സുധീഷ് പറയും, കണ്ടടാ അവൾക്ക് എൻ്റെ കൂടെ ടൂർ പോരാൻ സമ്മതമാണെന്ന്. അത് നിങ്ങളെ കൂടെ ടൂർ പോരാൻ സുഭാഷേൻ്റെ കൂടെ എന്നല്ല, മൊത്തത്തിൽ എല്ലാവരെയും കൂടെ പോകാനാണ് നേരത്തെ ഉദ്ദേശിച്ചത്, ഇയാൾ ആവശ്യമില്ലാത്തതൊന്നും കണക്ക് കൂട്ടണ്ടെന്ന് പറയും. എന്നിട്ട് ആ സമയത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് സരസ്വതിന് വരുന്നത് അന്വേഷിച്ച് വരുന്നതാണ്. അപ്പോൾ സുധീഷ് അങ്ങോട്ട് ചെല്ലും. സുധീഷ് ചോദിക്കും, ഇയാളെന്താ ഇവിടെ എന്ന് ചോദിക്കും. ഞാൻ എന്നിട്ട് 2-3 ദിവസമായി ഓഫീസിൽ വന്നിട്ട് എന്താണെന്ന് അന്വേഷിക്കാൻ വന്നാണെന്ന് അറിയും. ലീവ് പറഞ്ഞിട്ടാണല്ലോ പിന്നെ പോകുന്നത്, പിന്നെ എന്തിനാ അന്വേഷിച്ച് വരുന്നതെന്ന് ചോദിക്കും. അല്ല എന്തെങ്കിലും അസുഖമാണോ എന്നറിയാൻ, അസുഖമാണെങ്കിൽ ഇയാൾക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പോഴത്തേനും സിദ്ധാർത്ഥ ആകെ വല്ലാണ്ടായി നിൽക്കും. ആ സമയത്ത് പെട്ടെന്ന് സുഭാഷ് ഉണ്ട്, സാറിൻ്റെ ഇവിടെ അകത്തേക്ക് കയറി വാ, സാർ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഇവിടെ നിന്നിട്ടുണ്ട് അതിഥികളെ സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഈ കസേരയിലൊക്കെ പിടിച്ചിരുത്തും. അപ്പം നിധി വരുമ്പോൾ സാറെന്താ ഇവിടെയെന്ന് ചോദിക്കും. ഞാൻ 2 ദിവസമായില്ലേ നിധി വന്നിട്ട്, അത് കൊണ്ട് എന്താണ് കാണാത്തതെന്ന് അന്വേഷിച്ച് വന്നതെന്ന് പറയും. ഞാൻ ലീവ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ തറവാട്ടമ്പലത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയെന്ന് പറയും. അപ്പോഴത്തേക്കും സുധീഷിന് ആകെ ദേഷ്യം വന്നിരിക്കുന്നു. ഇവർ 2 പേരെ സംസാരം എങ്ങനെ നിർത്തും, എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ സുധീഷ് സ്വപ്നം കാണണ് അയാളെ തല്ലണതും അടിക്കണതും പിടിക്കണതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം സിദ്ധാർത്ഥ് യാത്ര പറഞ്ഞ് ചായ കുടിച്ചിട്ടാണ് യാത്ര പറഞ്ഞ് പോണത്. അപ്പോൾ അങ്ങോട്ട് സുധീഷിന് ഭയങ്കര ദേഷ്യമാവും. ഇത് പ്രശ്നമാവുമല്ലോ, ഇവൻ വള്ളിക്കെട്ടാവും, ഇവനെനിക്കിപ്പോൾ ആരെയാവും, ഇവൻ എന്തെങ്കിലും എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധി ആ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ വേറെ ഓഫീസിലേക്ക് മാറിട്ടാ, ജോലി അന്വേഷിച്ച്, ഇതത്ര നല്ലതൊന്നുമല്ല എന്ന് പറയും. പിന്നെ ജോലി കിട്ടി 2 മാസമായപ്പോൾ, അപ്പോഴത്തേക്കും ഞാൻ വേറെ ഒന്ന് അന്വേഷിക്കാൻ പോലും. സുധീഷിന് എന്താ പോയ ഇയാളെ കാര്യം അന്വേഷിച്ചെന്ന് പറയും. അതെന്നെ ഏട്ടത്തി വായോ നമുക്ക് പോകാമെന്ന് പറയും. ഹരീഷും പറയും മനസ്സിലായി എന്ന് പറഞ്ഞ് ഹരീഷും 1-2 വണ്ടി കൊടുക്കാനെന്ന് പറഞ്ഞ് ഹരീഷും പോകും. കുറച്ച് കഴിഞ്ഞ് സുഭാഷ് പോകുന്നുണ്ട്. അപ്പോൾ സുഭാഷിൻ്റെ അടുത്തേക്ക് നീതു വരുന്നുണ്ട്. നീതു വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, കഴിഞ്ഞ തവണ ഞാൻ ആ വീട്ടിലേക്ക് വന്നതാണ്, അപ്പോൾ ഹരീഷ് എന്നോട് എന്താ പറഞ്ഞതെന്ന് ചേട്ടൻ അറിയോ, സുഭാഷ് ചേട്ടൻ അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കില്ല, സുധീഷ് എന്നെ വിവാഹം കഴിച്ചില്ലേ, ഇനി ഹരീഷും കൂടെ വിവാഹം കഴിച്ച സുഭാഷ് ചേട്ടൻ്റെ ജീവിതം അങ്ങനെ നിന്ന് പോകുമെന്ന് പേടിച്ചിട്ടാണ്, അതുകൊണ്ട് എനിക്കാണെങ്കിൽ ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥേനെ അറിയാലോ, നിങ്ങൾ പോയ സമയത്ത് തന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി, ദുരഭിമാനക്കൊല എന്നൊക്കെ പറഞ്ഞില്ലേ, അതുവരെ അവിടെ സംഭവിക്കാം, സുഭാഷ് ചേട്ടൻ എന്നോട് ഒന്നും വിചാരിക്കരുത്, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് വിഷമമൊന്നും തോന്നരുതെന്ന് പറയും. എന്താ നീതു, ഞാൻ ഹരീഷിനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഹരീഷ് എന്നെ ഉപേക്ഷിക്കാം അങ്ങനെ എന്ന് പറയും. സുഭാഷ് ചേട്ടൻ എങ്ങനെയെങ്കിലും ഒരു കല്യാണം സെറ്റാക്കുക, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആവും, വേറെ പ്രശ്നമൊന്നുമില്ല, ഏതെങ്കിലും പെൺകുട്ടീനെ വേഗം കണ്ടെത്തണം, എന്നോട് വിഷമമൊന്നും വിചാരിക്കുന്ന പറയപ്പോൾ ഇല്ല നീതു നീ പൊക്കോ എന്ന് പറയും. ഇത് സമയം തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് സുധീഷ് പിന്നാലെ വരുന്നു നികേഷിൻ്റെയും നിധിയുടെയും കൂടെ. നിങ്ങൾ എന്തിനാണ് കൂടെ വരുന്നത്, ഞങ്ങൾക്ക് പോകാൻ അറിഞ്ഞൂടെ എന്ന് പറയും. അറിയാം, ഞാൻ വെറുതെ വന്നതാണ്, നിങ്ങളെ കൂടെ ഒന്നും വന്നതല്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ നികേഷിൻ്റെ ആ പെൺകുട്ടി വരുന്നുണ്ട്. അപ്പോൾ കൂടെ വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. ഏതാടാ ഇതിൽ, ചുമന്ന ഷാളോ വെള്ള ഷാളോ എന്ന് ചോദിക്കും. ചുമന്ന ഷാളെന്ന് പറയും. ആണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയും. അങ്ങനെ വായ നോക്കിക്കുമ്പോൾ ഇത് കുഴപ്പമില്ല, മറ്റേ നമ്മുടെ ജോസേട്ടൻ്റെ മുകളിൽ നിന്ന് ഇതേതനാവോ എന്ന് പറയും. അപ്പം നിധി ചോദിക്കും, നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലെ എല്ലാ പെൺകുട്ടികളും ഇവരറിയുമെന്ന് ചോദിക്കും. അങ്ങനെയല്ല നിധി, ഞാനിവിടെ ജനിച്ചു വളർന്നതല്ലേ, ഇപ്പം ജനിച്ച് വീണ കുട്ടികൾ തുടങ്ങി വയസ്സായ കളവിമാരുടെ അഡ്രസ്സ് വരെ എനിക്കറിയാമെന്നറിയും. അപ്പം നിധി കഷ്ടമെന്ന് പറയും. അയ്യോ നിധി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എല്ലാവരും എനിക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞതാന്ന് പറയും. അങ്ങനെ സുധീഷ് ആകെ ചമ്മും. അപ്പോൾ ഇതിനും ഒരു ഓട്ടോ വരുമ്പോൾ നേരെ ആ പെൺകുട്ടി കയറിപ്പോവും. അപ്പോൾ അവർക്ക് വിഷമാവും നമ്മുടെ നികേഷിന്. അയ്യോടാ വേഗം വണ്ടിയിൽ കയറിപ്പോയല്ലടാ, അതെന്താ എന്നിങ്ങനെ നിധി ചോദിക്കും. നിങ്ങൾ 2 പേരും തല്ലുപിടിക്കല്ലായിരുന്നു, അതാവുള്ളൂ എന്ന് പറയും. പിന്നെ ഞങ്ങൾ തല്ലുപിടിച്ചിട്ടല്ല, നീ ആ പെണ്ണ് വേറെ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയെന്ന് പറയും. പക്ഷേ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴും ആ പെൺകുട്ടി തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് നികേഷിനെ. അപ്പോൾ നികേഷിന് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന സുഭാഷ് സൈറ്റിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ അവിനാശ് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ച് പറഞ്ഞയക്കും. പിന്നീട് ബ്രോക്കർ വരും. എന്താടാ സുഭാഷ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്, ചേട്ടാ എനിക്കൊരു പെണ്ണ് വേണമെന്ന് പറയും. എന്താടാ അങ്ങനെ മുട്ടി നിൽക്കണം അത്യാവശ്യമായിട്ടെന്ന് പറയും. അതുകൊണ്ടല്ല ചേട്ടാ, ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ട്, അനിയന്മാരൊക്കെ ഇങ്ങനെ നിന്ന് പോവില്ലേ,
ഹരീഷിന് വിവാഹം വരുന്നുണ്ട്, പക്ഷെ അവന് വേണ്ടാന്നാണ് പറയുന്നത്. അതെന്താ സുധീഷ് കല്യാണം കഴിച്ചില്ല, അപ്പോൾ പിന്നെ ഹരീഷ് കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലടാ. ഇല്ല, പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. ഞാൻ നിൽക്കലേ അവൻ്റെ വിവാഹം നടക്കില്ല. ഞാൻ കാരണം അവരുടെ ഭാവി പോകാൻ പാടില്ല ചേട്ടാ, അതെന്ന് പറയും. ഏതൊരു പെൺകുട്ടിയായാലും കുഴപ്പമില്ലെങ്കിൽ എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണം? തറവാട് മഹിമയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? എനിക്കങ്ങനെ തറവാട് സ്വത്ത് സമ്പത്ത് അന്തസ്സ് അങ്ങനെയൊന്നും വേണ്ട ചേട്ടാ എന്ന് പറയും. ആ സമയത്തന്നെ ഒരു പെണ്ണിൻ്റെ വീട്ടുകാർ വിളിക്കുന്നത്. അപ്പോൾ ആ പെണ്ണെങ്ങാണ്ടാണ് വിളിക്കുന്നത്. ആ പറയുമോ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്, ഇപ്പോൾ വിളിക്കാമെന്ന് പറയും. എന്നിട്ട് പറയും ഭർത്താവിനായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തി 3 മാസമായിട്ടുള്ളൂ, ഡിവോഴ്സ് കിട്ടാനെങ്കിൽ 3 മാസം കൂടെ പിടിക്കും, അപ്പോഴത്തേനും വേറെ കല്യാണം ഉറപ്പിച്ച് വയ്ക്കുകയാണെന്ന് ആ പെണ്ണിന് വാശി. ഇതെന്ത് കഥ എന്ന് പറയും അയാൾ. അപ്പോൾ സുഭാഷ് ഇങ്ങനെ എന്തോ ആലോചിക്കുന്നുണ്ട്, അത് നടത്തിയാലോ എന്നിങ്ങനെ. പക്ഷെ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നിട്ട് സുഭാഷിനോട് പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി, ഞാൻ എത്രയും പെട്ടെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അയാൾ പോകും. കാരണം സുഭാഷ് അയാളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. പ്രമോഭാഗത്തിൽ വീണ്ടും സുധീഷും സോറി നികേഷും നിധിയും സുധീഷും ഒക്കെ കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു പിറ്റേ ദിവസവും. അപ്പോൾ ആ പെൺകുട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി വരുമ്പോൾ അവരെല്ലാവരും കൂടെ ആ പെൺകുട്ടിയോട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ആ പെൺകുട്ടി പറയുന്നത് നിങ്ങളുടെ ചേട്ടനോട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആകെ നമ്മുടെ നികേഷിന് ടെൻഷൻ ആവണം. സുധീഷിനാണോ ഞാൻ പെൺകുട്ടിക്ക് ഇഷ്ടമായത്, സുധീഷേട്ടനാണോ ഇഷ്ടമായെന്ന് ആലോചിച്ചിട്ട് വല്ലായ്മയോടെ നിൽക്കുന്ന നമ്മുടെ നികേഷിനെ കാണിച്ചുകൊണ്ടാണ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.